ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ട്രൂ ലിവിങ് ബൈ മിന്നു. ഞാൻ ഇന്നൊരു DIY വോൾ ഹാങ്ങിങ് ആണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മൂൺ ഫേസ് വോൾ ഹാങ്ങിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു വോൾ ഹാങ്ങിങ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് എയർ ഡ്രൈഡ് ക്ലേ ആണ്. അപ്പം എയർ ഡ്രൈഡ് ക്ലേ തന്നെ വേണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതൊരു 1 കിലോയുടെ ഒരു പാക്കറ്റാണ്, 1 kgയുടെ. അതിന് 10 dirhams ആണ് എനിക്കിവിടെ ആയത്. ഞാനൊരു ടെറാക്കോട്ടയുടെ കളറിലുള്ള ക്ലേ ആണ് എടുത്തിരിക്കുന്നത്. പല കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഞാൻ ടെറാക്കോട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ജൂട്ട് വേണം. പിന്നെ ഇത് പ്രസ് ചെയ്ത് നമുക്ക് ഷേപ്പ് പ്രസ് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് സിസേഴ്സ് വേണം. പിന്നെ ഹോൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലൊരു സ്ക്യൂവേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏത് ഷേപ്പാണോ ആ ഷേപ്പിൻ്റെ മോൾഡ്, അപ്പം എൻ്റെ കയ്യിൽ കറക്റ്റ് റൗണ്ടിൻ്റെ മോൾഡിന് എന്തെങ്കിലും എടുത്താൽ മതി. ഞാനെടുത്തത് ഇതുപോലൊരു പാട്ടയുടെ അടപ്പാണ്. അപ്പോൾ ഈ എയർ ഡ്രൈഡ് ക്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ പുറത്ത് വെച്ചിരുന്ന ഓപ്പണായിട്ട് പുറത്ത് വെച്ചിരുന്നാൽ അത് ഡ്രൈ ആയിട്ട് കിട്ടും. പിന്നെ ഈ വോൾ ഹാങ്ങിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ട്രെൻഡിങ് ആണ്. നിങ്ങൾക്ക് കാണാം, ഓൺലൈനിലും അവൈലബിൾ ആണ്. നല്ല കോസ്റ്റ്ലിയാണ്. നാട്ടിലെ ആമസോണിലൊക്കെയാണ് 1000 അടുപ്പിച്ച് വില വരും. ഇവിടെയാണെങ്കിൽ പിന്നെ പറയണ്ട, നല്ല വിലയാണ്. നല്ല കോസ്റ്റ്ലി ഐറ്റമാണ്. ഭയങ്കര ട്രെൻഡിങ് ആണ് കേട്ടോ ഈ വോൾ ഹാങ്ങിങ്. മൂൺ ഫേസ് വോൾ ഹാങ്ങിങ് എന്നാണ് ഇതിന് പറയുന്നത്. ഇനി ക്ലേയെക്കുറിച്ച് ഡൗട്ടുള്ളവർ, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള സ്റ്റേഷനറി കടയിൽ കിട്ടിയില്ലെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ് പല കളേഴ്സ്. ഇപ്പോൾ ഇതിപ്പോൾ നാട്ടിലെ ആമസോണിൻ്റെ ആണ് ഞാൻ ഈ കാണിക്കുന്നത്. 300 രൂപ, 100 രൂപ, 200 രൂപ എല്ലാം ആ റേഞ്ചിലൊക്കെയാണ്. ഇവിടെയാണെങ്കിലും ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഓൺലൈൻ നൂൺ ഷോപ്പിൽ കിട്ടും. 8 dirhams ആണ് വരുന്നത്. പിന്നെ നൂണി വേറെ ടെറാക്കോട്ടയുടെ 5 dirhams കിട്ടും. അപ്പോൾ ആ ഡൗട്ടൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ കാണാം, ഞാൻ സൈഡിലൊരു ബുക്കിൽ ഞാൻ ഓൾറെഡി അത് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ്, അത് നോക്കി ചെയ്താൽ മതി. കാരണം അല്ലെങ്കിൽ നമുക്ക് ഡൗട്ട് വരും എത്ര ഒരു സൈസിൻ്റെ എത്ര എണ്ണം വേണമെന്നൊക്കെ. അപ്പോൾ അത് ഞാനൊരു സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം ഞാൻ സർക്കിൾ നടുക്ക് ഫുൾ മൂണിൻ്റെ ഷേപ്പിൽ അത് ഒരെണ്ണമാണ് വേണ്ടത്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം ഷേപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ സൈഡിലൊന്ന് വരച്ച് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം ഞാനൊരു റൗണ്ട് ഷേപ്പിലാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്, ഫുൾ മൂൺ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ റൗണ്ട് ഷേപ്പിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ എഡ്ജസൊക്കെ ഒന്ന് സ്മൂത്ത് ചെയ്യാനായിട്ട് നമുക്ക് ഈ വെള്ളം തളിച്ചിട്ട് വെള്ളം ഒന്ന് കൈകൊണ്ട് തൊട്ട് അത് നമ്മൾ ക്ലേയിൽ തൊടുവാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ റഫായിട്ടുള്ള സർഫസൊക്കെ നമുക്ക് വെള്ളം തൊട്ട് നല്ല സ്മൂത്താക്കാം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഇതുപോലെ തന്നെ റൗണ്ട് ആക്കിയിട്ട് നെക്സ്റ്റ് ഒരു ഹാഫ് മൂൺ എന്നുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, സ്ട്രെയിറ്റ് ഹാഫ് മൂൺ ലുക്ക് വരാനായിട്ട് ഇതുപോലൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു അടപ്പ് വെച്ചിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തത്. ഈക്വലായിട്ട് രണ്ടും കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് റഫായിട്ടുള്ള എഡ്ജസ് എല്ലാം ഇതുപോലെ വെള്ളം കൊണ്ട് ടച്ച് ചെയ്ത് അത് സ്മൂത്താക്കി. അപ്പോൾ രണ്ടും ഏകദേശം ഒരേ സൈസ് വരണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് മാറ്റി രണ്ടും ഒരേ സൈസാക്കി. അപ്പോൾ അതിൻ്റെ എഡ്ജസ് എല്ലാം ഞാൻ നല്ല സ്മൂത്താക്കി കൊടുത്തു. ഇനി ഞാൻ ഈ ചെയ്തതൊക്കെ ഞാൻ ബുക്കിൽ കട്ട് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് മാറാനായിട്ടാണ്. ഇനി ചെയ്യാനുള്ള എന്തൊക്കെയാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഷേപ്പ് കട്ട് ചെയ്തെടുത്തല്ല ഞാൻ കട്ട് ചെയ്ത് ഓൾറെഡി മാറ്റിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ആ വള്ളം പോലത്തെ മൂൺ ഷേപ്പ് ഉണ്ടല്ലോ, അതാണ് ഇനി നമുക്ക് എടുക്കേണ്ടത്. അതിനുവേണ്ടി വീണ്ടും ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ റൗണ്ട് അടപ്പ് വെച്ചിട്ട് തന്നെ നമ്മൾ നിങ്ങൾക്ക് കാണാം അതുപോലെ നല്ല വള്ളം പോലത്തെ രീതിയിലുള്ള മൂണിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാ ഷേപ്പിൻ്റെ 2 എണ്ണം, റൗണ്ട് മൂൺ ഒഴിച്ച് ഫുൾ മൂൺ ഒഴിച്ച് ബാക്കി എല്ലാം 2 എണ്ണം വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഏറ്റവും കർവ് കൂടിയ തീരെ തിന്നായിട്ടുള്ള മൂണിൻ്റെ സ്ലൈസ്, മൂണിൻ്റെ ഒരു ഷേപ്പ് രീതിയിൽ അതും കട്ട് ചെയ്തെടുത്തു. അതും 2 എണ്ണമാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ മൂണിൻ്റെ പല ഷേപ്പുകളും നമ്മൾ കട്ട് ചെയ്തു, എല്ലാം നല്ല സ്മൂത്തൊക്കെ ആക്കി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഡ്സ് ആണ് വേണ്ടത് അതിൻ്റെ ഇടയ്ക്ക് ഇടാനായിട്ട്. അപ്പം അത് 15 എണ്ണം വേണം. അപ്പോൾ ഇതുപോലെ ക്ലേ ഞാൻ നന്നായിട്ട് റൗണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ലതായിട്ട് കയ്യിൽ നമ്മൾ നന്നായിട്ട് റൗണ്ടാക്കി 15 എണ്ണം നമ്മളിതുപോലെ റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെല്ലാം ഹോൾ ഇടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ബാംബൂ സ്ക്യൂവർ വെച്ചിട്ട് നമ്മളെല്ലാത്തിനും ഹോള് ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ ഹോള്
ഇട്ട് കൊടുക്കണം, രണ്ട് സൈഡിലും വരുന്ന പോലെ തന്നെ. കാരണം നമുക്കിത് ഹാങ് ചെയ്തിടാനുള്ളതാണല്ലോ. അപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ഹോളിടാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ വേണം നമ്മൾ ഹോളിട്ട് കൊടുക്കാൻ. അപ്പോൾ ഹോളിടുമ്പോൾ അത് പിളർന്ന് വരുന്ന പോലെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇതുപോലെ തന്നെ വെള്ളം ടച്ച് ചെയ്തിട്ട് അത് വീണ്ടും നല്ല സ്മൂത്തായിട്ട് അത് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈസിയാണ്. അപ്പോൾ നമ്മൾ ബീഡ്സിനെല്ലാം തന്നെ നമ്മൾ ഹോളിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മൂണിൻ്റെ ഷേപ്പിനാണ് നമുക്ക് എല്ലാത്തിനും ഹോളിട്ട് കൊടുക്കണം. ഇപ്പോൾ മൂണിൻ്റെ ഷേപ്പിനൊക്കെ ഹോളിടുമ്പോൾ ശ്രദ്ധിക്കണം, ഒരേ ലെവലിൽ തന്നെ ഹോളിടാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കാണാം, ആ ബാംബൂ സ്ക്യൂർ വെച്ചിട്ട് ഞാൻ ലെവൽ ചെയ്തിട്ടാണ്, ഒരേ ഷേപ്പിലുള്ളത് ഒരുമിച്ച് വെച്ചിട്ട് ലെവൽ ചെയ്തിട്ടാണ് ഞാൻ ഹോൾ ഇടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഹാങ് ചെയ്യുമ്പോൾ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കും. പിന്നെ എഡ്ജസിനോട് അടുപ്പിച്ച് ഹോൾ ഇടാതെ ശ്രദ്ധിക്കുക. അങ്ങനെ ഹോൾ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിലപ്പം അത് ഡ്രൈ ആവുന്ന സമയത്ത് ചിലപ്പോൾ അത് രണ്ടായിട്ട് പിളർന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇച്ചിരി താത്തിട്ട് വേണം, ആ എഡ്ജസിൽ നിന്ന് ഇച്ചിരി താത്ത് വേണം ഹോൾ ഇടാൻ. ഇപ്പോൾ ഹോളെല്ലാം ഇട്ടതിന് ശേഷം ഇത് 24 hours ഡ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നമുക്ക് 24 hours കഴിഞ്ഞിട്ട് നോക്കാം. അപ്പം പിറ്റേ ദിവസം എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, കല്ല് പോലെ ആയിട്ടുണ്ട്. ബീഡ്സൊക്കെ നമുക്ക് താഴെ ഇടുമ്പോൾ നല്ല കല്ല് പോലെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് ആ കളറ് കണ്ടോ, കളറ് ഫെയ്ഡാവും കേട്ടോ. നമ്മൾ കളറുള്ള ക്ലേ എല്ലാം തന്നെ ഡ്രൈ ആയി കഴിയുമ്പോൾ കുറച്ച് ഫെയ്ഡാവും. നമ്മൾ ആദ്യത്തെ ആ ഒരു കളറ് കിട്ടത്തില്ല. വൈറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ആ ടെറാക്കോട്ടയുടെ കളറ് തന്നെയാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ ആ ഒരു കളറ് പെയിൻറ്റ് അടിച്ചു കൊടുക്കുവാണ് ഇനി ഇതിനെല്ലാം തന്നെ. ബീഡ്സിനില്ല, ഈ ഒരു മൂൺ ഫേസസിന് മാത്രം. അപ്പോൾ കറക്റ്റ് ടെറാക്കോട്ടയുടെ കളർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള പല കളേഴ്സും മിക്സ് ചെയ്തിട്ട് മെറൂണും റെഡും ഒക്കെ മിക്സ് ചെയ്ത് ഏകദേശം ഞാൻ ടെറാക്കോട്ടയുടെ കളറ് എത്തിച്ചു. അതിനുശേഷം ഞാൻ ഇതെല്ലാം തന്നെ പെയിൻറ്റ് അടിക്കുകയാണ്. അപ്പം ക്ലേ ആയതുകൊണ്ട് തന്നെ വേഗം ഉണങ്ങി കിട്ടും പെയിൻറ്റ്. നമ്മൾ ഒത്തിരി നേരം വെക്കുകയൊന്നും വേണ്ട, പെട്ടെന്ന് ഉണങ്ങി കിട്ടും പെയിൻറ്റ്. ഇപ്പോൾ മൂണിൻ്റെ ഷേപ്പിലുള്ള എല്ലാം തന്നെ നമ്മൾ ടെറാക്കോട്ട കളർ ചെയ്തിട്ടുണ്ട്. ഇനി ബീഡ്സിന് ഞാൻ ഈ ഗോൾഡ് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ബീഡ്സ് എല്ലാം അടിച്ചു വന്നപ്പോൾ തന്നെ നമ്മൾ മറ്റേ ടെറാക്കോട്ട കളറെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ഔട്ട്ലൈനായിട്ട് ഞാൻ ഈ ഗോൾഡ് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ ഈ ഒരു മൂൺ ഷേപ്പിനെല്ലാം തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചുമ്മാ പ്ലെയിൻ ആയിരിക്കുന്നതിലും നല്ല എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ചുമ്മാ ട്രൈബൽ ആർട്ടൊക്കെ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കുവാണ്. പക്ഷെ കുഴപ്പമില്ലാതെ വന്നു, രസമുണ്ടായിരുന്നു അവസാനം കാണാനായിട്ട്. ഈ ഒരു റൗണ്ട് ഷേപ്പിന് മാത്രമേ ഞാനൊരു ആ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ചുമ്മാ ഞാൻ ജസ്റ്റ് ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാം, നമ്മുടെ കയ്യിലുള്ള ബാംബൂ സ്ക്യൂറൊക്കെ വെച്ച് തന്നെയാണ് ഞാൻ ആ ഡോട്ടൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് പ്ലെയിൻ ആണ് ഇഷ്ടമെങ്കിൽ ഇതെല്ലാം അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം. ഞാൻ ചുമ്മാ കുറച്ച് ഡിസൈനൊക്കെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് പാർട്ടെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ടെസൽ ഉണ്ടാക്കാൻ പോവാണ്, ഈ ജൂട്ട് വെച്ചിട്ട് നമ്മുടെ ഹാങ്ങിങ്ങിന് താഴെയായിട്ട് ഇടാനായിട്ട്. അപ്പോൾ ടെസൽസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണേലും വെച്ചുണ്ടാക്കാം. ഈ ആണോ ഇതുപോലെ പല കളേഴ്സിൻ്റെ ഒക്കെ എടുക്കാം. അപ്പോൾ ഞാൻ ഈ ജൂട്ടിൻ്റെ വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ കയ്യിലൊന്ന് ചുറ്റി നമുക്ക് എത്ര വോളിയം വേണോ ആ വോളിയത്തിൽ ഇട്ടിട്ട് അത് നമ്മൾ അതിനെ രണ്ടായിട്ടും നിങ്ങൾക്ക് കാണാമല്ലോ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് മേളിൽ നമ്മളൊന്ന് കെട്ടിക്കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഒന്ന് ലെവൽ ചെയ്ത് താഴത്തെ ഒരേ ലെവലിൽ നമ്മൾ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ടെസൽസ് റെഡിയായി. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ജൂട്ടിൻ്റെ തന്നെ ടോയിൻ വെച്ചിട്ടാണ് ഈ ടെസൽസ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഹാങ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ ബുക്ക് വെച്ചിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിൽ ഏതൊക്കെയാണോ ഏതിൻ്റെ താഴെ വരുന്ന ആ ഒരു കറക്റ്റ് രീതിയിൽ ഞാനത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ ഒരു വലിയൊരു സൂചി എടുത്തതിന് ആ എത്ര ഹൈറ്റാണോ വേണ്ടത് ആ ഹൈറ്റിനനുസരിച്ച് ഞാൻ ഈ ജൂട്ട് എടുത്തു, അത് രണ്ടായിട്ട് കട്ട് ചെയ്തു.
മീൻസ് അതിൻ്റെ ഡബിൾ സൈസ് എടുത്തിട്ട് അത് കട്ട് ചെയ്തു. അതിനുശേഷം ആദ്യം ഒരു ബീഡ്സ് സൂചിയിൽ കയറ്റി അത് കഴിഞ്ഞിട്ട് ഓരോന്നിൻ്റെ ഹോള് വെച്ച് കയറ്റി ജസ്റ്റ് നമ്മളെന്തോ ഒരു മാല കോർക്കത്തില്ലേ ആ ഒരു രീതിയിൽ തന്നെ എല്ലാം ബാക്കിൽ കൂടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നൂല് ഫ്രണ്ടിൽ കാണാത്ത രീതിയിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ ഷേപ്പിന് താഴെയും മേളിലും ഓരോ ബീഡ്സ് ഞാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അപ്പോൾ അതായിട്ട് താഴത്തെ ആ ഒരു ബീഡ്സിൻ്റെ തൊട്ട് താഴായിട്ട് ഒരു കെട്ടിടുന്നുണ്ട്. അപ്പോൾ ആ ബീഡ്സ് താഴോട്ട് ഇറങ്ങി പോകാതിരിക്കാനാണ്. മേളിലത്തെ ബീഡ്സിന് ഞാൻ അങ്ങനെ ഇടുന്നില്ല. അപ്പോൾ താഴെ ഓരോ ഷേപ്പിൻ്റെയും താഴെ വരുന്ന ബീഡ്സിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാനൊരു കെട്ടിടുന്നുണ്ട്. അപ്പം ആ ബീഡ്സ് ഇറങ്ങി പോകാതിരിക്കാനായിട്ടാണ്. അങ്ങനെ നമ്മൾ ഇത് ഫുള്ളും ജസ്റ്റ് മാലയൊക്കെ കോർക്കുന്ന പോലെ തന്നെ കോർത്തെടുക്കുകയാണ്. സിമ്പിളാണ്, നമ്മൾ കാണുന്ന പോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വേഗം ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ ജൂട്ട് വെച്ചിട്ട് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി അവസാനം ആ ടസൽസ് കൂടെ ഞാൻ ഈ സൂചി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് 2-3 കെട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ വോൾ ഹാങ്ങിങ് റെഡിയായി. ഇനി നമുക്ക് ഫൈനൽ പീസ് ഇത് ഹാങ് ചെയ്തിട്ടുള്ള വീഡിയോ കാണാം. ഞാൻ വിചാരിച്ചാലും നല്ല സൂപ്പറായിട്ട് ചെയ്തെടുക്കാൻ പറ്റി. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു, നേരെ കാണാനും വീഡിയോയിലും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക. ഡ്രൈ ക്ലേ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റേഷനറി കടയിലുണ്ടെങ്കിൽ മേടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഇടാം, ഓൺലൈനിൽ നിങ്ങൾക്ക് ക്ലേ മേടിക്കാനുള്ളത്. പിന്നെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാ വീട്ടിലും കാണുമല്ലോ. അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്യുക. അപ്പോൾ നാളെ ഓണമാണ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരുന്ന് എല്ലാവരും ഫാമിലി ആയിട്ടിരുന്ന് ഓണം ആഘോഷിക്കുക. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസ് കാണാത്തവർ കാണുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ. ബൈ.